മമ്മിയൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ പ്രശസ്തമായ ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ വരെ നീണ്ടു നിൽക്കുന്നു. അത് ദ്വാപരയുഗത്തിൻ്റെ അവസാന ഘട്ടമായിരുന്നു. മഹാപ്രളയം ശ്രീകൃഷ്ണൻ്റെ വാസസ്ഥലമായ ദ്വാരകയെ മുക്കിക്കൊന്നു. കലിതുള്ളുന്ന വെള്ളത്താൽ അലയടിക്കപ്പെട്ട ഒരു ആൽമരത്തിൽ കളിയായ ഒരു കുട്ടിയായി ഭഗവാൻ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. ദേവഗുരു ബൃഹസ്പതിയും വായുദേവനും അദ്ദേഹത്തെ കണ്ടു. അവിടെ വെച്ച് ഭഗവാൻ തന്നെ ദ്വാരകയിൽ ആരാധിച്ചു വരുന്ന പരമാത്മാവിൻ്റെ വിഗ്രഹം അവർക്ക് കൈമാറി. അത് ഭൂമിയിലെ ഒരു ഉചിതമായ സ്ഥലത്ത് സ്ഥാപിക്കാനും പ്രതിഷ്ഠിക്കാനും നിർദ്ദേശിച്ചു. പിന്നീട് ഗുരുവും വായുവും വിശാലമായ ഒരു തടാകത്തിൻ്റെ തീരത്ത് ഇറങ്ങി അവിടെ യുഗങ്ങളായി തപസ്സു ചെയ്തു വരുന്ന ശിവൻ പവിത്രമാക്കിയ രുദ്രതീർത്ഥം സന്ദർശനത്തിൻ്റെ ഉദ്ദേശ്യം മനസ്സിലാക്കിയ ശിവൻ രുദ്രതീർത്ഥത്തിൻ്റെ തീരത്ത് തന്നെ പ്രതിഷ്ഠ നടത്താൻ നിർദ്ദേശിച്ചു. കൂടാതെ രുദ്രതീർത്ഥത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി. ഗുരുവും വായുവും ചേർന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലം ഗുരുവായൂരായി മാറി. ശിവൻ തനിക്കും ഭാര്യയായ ശ്രീ പാർവതിക്കും വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം മഹിമയൂറായി. ഭഗവാൻ കൃഷ്ണനെ വസിക്കാൻ സ്വമേധയാ തൻ്റെ ആദ്യ വാസസ്ഥലം ഉപേക്ഷിച്ചതിന് ഭഗവാൻ ശിവന് ലഭിച്ച പദവിയിൽ നിന്നാണ് മഹിമ രൂപപ്പെട്ടത്. കാലക്രമേണ ഇത് മമ്മിയൂരായി മാറി. എല്ലാ ഗുരുവായൂർ കാണാൻ പോകുന്ന ഭക്തന്മാരും മമ്മിയൂർ കൂടെ ദർശിക്കണമെന്ന ഒരു സിദ്ധാന്തം കൂടെ അതിലൂടെ പുറത്തായി. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായ. മമ്മിയൂർ ടെമ്പിൾ അമ്പലത്തിൽ ഉള്ളിൽ പോകേണ്ട ഇത് പുറത്താണ്. ഇവിടെ ആൽമരത്തെ തണലിൻ്റെ അടുത്തായിട്ടാണ്. ഓം നമഃ ശിവായ.